ونحشره يوم القيامة أعمى قال رب لم حشرتني وقد كنت بصيرا قال كذلك آيتنا فنسيتها وكذلك اليوم تنسى. ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്, ചിന്തിക്കേണ്ടവരാണ്, ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടവരാണ്. മുഅ്മിനീങ്ങളെ, എന്താണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്? നാളെ നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് നിൽക്കുമ്പോ ഞങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. കണ്ണ് കാണാത്ത എല്ലാവരും പരസ്പരം റബ്ബിനോട് പറയുന്നത്രേ, അല്ലാഹ്, ഞാൻ കണ്ണിന് കാഴ്ചയുള്ളവനായിരുന്നു, കേൾവി ശക്തിയുള്ളവനായിരുന്നു, സംസാര ശേഷിയുള്ളവനായിരുന്നു റബ്ബേ. ഇപ്പൊ എന്റെ കണ്ണിന് കാഴ്ചയില്ല റബ്ബേ. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ആ ദിവസം കണ്ണിന് കാഴ്ചയില്ലാതെ കൂടുതലായി ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ണിന് കാഴ്ചയില്ല, ഇരുട്ടാണ്, എല്ലാ സ്ഥലത്തും ഇരുട്ടാണ്. ഇങ്ങനെ കാണുമ്പോ റബ്ബിനോട് പറയും, യാ അല്ലാഹ്, ദുനിയാവിൽ എന്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു, കേൾവി ശക്തി ഉണ്ടായിരുന്നു, എനിക്ക് നല്ല സംസാരിക്കാൻ വാക്ചാതുര്യത്തോടെ ഞാൻ സംസാരിച്ചിരുന്നു റബ്ബേ. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. റബ്ബിനോട് സംസാരിക്കാൻ കഴിയും, റബ്ബിനോട് പറയാൻ കഴിയും, പക്ഷേ പരസ്പരം ജനങ്ങളോട് സംസാരിക്കാൻ അല്ലാഹു കഴിവ് കൊടുക്കുന്നില്ല. അവിടുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, കേൾവി ശക്തിയില്ല, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു രംഗം. അല്ലാഹു അവനോട് അവൻ ചോദിക്കുന്നു, റബ്ബേ, എന്തേ എന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയത്? എന്തേ എന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയത്? എന്തേ എന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയത്? ഞാൻ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു റബ്ബേ, ആഫിയത്തുള്ളവനായിരുന്നു, എന്ത് പറ്റി? ആ സമയത്താണ് റബ്ബ് പറയുന്നത്, അവൻ പറയുന്നു, ഖാല റബ്ബി ലിമാ അശ്റതനി അമ്മാ, എന്നെ കണ്ണിന് കാഴ്ചയില്ലാത്തവനായി നീ ഒരുമിച്ച് കൂട്ടിയല്ലോ റബ്ബേ. വഖദ് കുന്തു ബസീറാ, ഞാനാണെങ്കിൽ കണ്ണിന് നല്ല കാഴ്ച ഉള്ളവനായിരുന്നു. ആ സമയത്താണ് റബ്ബ് അവനോട് പറയുന്നത്, ഖാല കദാലിക ആയതുനാ ഫനസീതാ, നിനക്ക് ഞാൻ ഒരു ദൂതനെ അയച്ചുവല്ലോ, ഒരു റസൂലിനെ ഞാൻ അയച്ചുവല്ലോ. നിന്നോട് അവർ പറഞ്ഞില്ലേ, നീ ഹറാമായത് കാണണ്ട, ഹറാമായത് കേൾക്കണ്ട, ഹറാമായത് സംസാരിക്കണ്ട, ചീത്ത വിളിക്കണ്ട, കളവ് പറയണ്ട, നമീമത്ത് പറയണ്ട, ഗീബത്ത് പറയണ്ട, മറ്റുള്ളവരുടെ ഇറച്ചി നീ തിന്നണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ നീ പലിശ തിന്നണ്ട, നീ കള്ള് കുടിക്കണ്ട, കഞ്ചാവിലൂടെ മയക്കുമരുന്നുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ ദൂതനുണ്ടല്ലോ നിന്നെ വിളിച്ചില്ലേ, നിന്നെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വിളിച്ചില്ലേ, ഒന്ന് എന്നെ സ്മരിക്കാൻ വിളിച്ചില്ലേ, പള്ളിയിൽ നിന്ന് ക്ഷണിച്ചില്ലേ, അയ്യാൾ സ്വലായാൽ എന്ന് വിളിച്ചില്ലേ. ആ സമയത്ത് നീ നിന്റെ സമയം നോക്കിയിട്ട് പള്ളിയിലേക്ക് വന്നില്ലേ, നിന്റെ സമയം നോക്കിയിട്ട് നിന്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നീ പള്ളിയിലേക്ക് വന്നില്ലേ, നീ നിന്റെ തിരക്കുകളെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് അതിന് ശേഷം നീ ഇബാദത്തിലേക്ക് വന്നില്ലേ, നിന്റെ റബ്ബ് നിന്നെ വിളിച്ചില്ലേ. ഇങ്ങനെല്ലാം വിളിക്കുന്ന സമയത്ത് നീ അതിന് ചെവി കൊടുത്തില്ലല്ലോ, നീ കണ്ടിട്ടും കാണാത്ത പോലെ നടന്നില്ലേ, കേട്ടിട്ടും കേൾക്കാത്ത പോലെ നടന്നില്ലേ. ഇങ്ങനെ നടന്ന നിനക്ക് അന്ന് നീ എന്നെ മറന്നു, ഇപ്പൊ ഞാൻ നിന്നെ മറക്കുന്നു. ഇപ്പൊ നീ അന്ന് നീ മറന്നപ്പോ ഇന്ന് ഞാനും നിന്നെ മറന്നു. അല്ലാഹു പറയാൻ ചിന്തിക്കേണ്ട വിഷയമാണ് നിങ്ങളെ. എല്ലാവരോടും അവൻ അല്ലാഹു പറയാൻ, നിനക്ക് ഞാൻ ദൃഷ്ടാന്തങ്ങൾ നൽകിയപ്പോൾ നീ അതെല്ലാം മറന്നുപോയി. പക്ഷേ ഇപ്പൊ എനിക്ക് നിന്നെ അറിയേയില്ല, നിന്നെ ഞാൻ മറന്നുപോയി. അന്ന് നീ
നീ കേട്ടിട്ടും കേൾക്കാത്ത പോലെ നടന്നില്ലേ? ഇപ്പൊ നിനക്ക് കാഴ്ച ശക്തിയും നിന്റെ കേൾവി ശക്തിയും ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കേണ്ട വിഷയമാണ്. നാളെ റബ്ബിന്റെ മഹ്ശറാവും സഭയിൽ നിന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ആയുസ്സുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.